ഹായ് ഫ്രണ്ട്സ്, നമുക്കത് വായിക്കാം. മനുഷ്യർ നിസ്സഹായരാകുമ്പോഴാണ് ദൈവം സഹായത്തിനെത്തുന്നത്. നോക്കിയാലോ. ലോകത്തിൽ നിങ്ങൾക്ക് ഞെരുക്കങ്ങൾ ഉണ്ടാകും, എങ്കിലും ധൈര്യമായിരിക്കുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ഇത് യോഹന്നാൻ എഴുതിയ സുവിശേഷം 16-ാം അധ്യായം 33-ാം തിരുവചനമാണ്. നമുക്ക് നോക്കാം. വചനം പറയുന്നത് എന്താണെന്ന് നമുക്ക് നോക്കിയാലോ. നിസ്സഹായത നമ്മെ വല്ലാതെ തളർത്തും. നിസ്സഹായത നമ്മുടെ ഹൃദയത്തിൽ വല്ലാത്തൊരു ശൂന്യതയുണ്ടാക്കും. നമുക്കിനി ഒന്നും ചെയ്യാനില്ല എന്ന അവസ്ഥയെയാണ് നിസ്സഹായത എന്ന് വിളിക്കുന്നത്. കണ്ണുനീർ പുറപ്പെടുന്നത് നിസ്സഹായതയിൽ നിന്നാണ്. ഈശോ പറഞ്ഞു, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. അവിടുന്ന് നൽകിയ ഒരു വാഗ്ദാനമാണ് ഇത്. നമുക്ക് ജീവിതത്തിൽ ഒരിക്കലും നിസ്സഹായരാകേണ്ടി വരില്ല. പ്രവർത്തിക്കാൻ സാധിക്കാത്ത അനേകർ നമ്മുടെ ഇടയിലുണ്ട്. അപൂർണതകൾ കൊണ്ടാവാം, തടസ്സങ്ങൾ കൊണ്ടാവാം, പക്ഷേ പ്രാർത്ഥിക്കാൻ സാധിക്കാത്ത ആരും നമ്മുടെ ഇടയിൽ ഇല്ല. പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. വ്യക്തികളെയും സാഹചര്യങ്ങളെയും അവിടുന്ന് നമുക്ക് വേണ്ടി ഒരുക്കും. നിസ്സഹായതയെ അതിജീവിക്കുവാനുള്ള ഏറ്റവും നല്ല മാർഗം പ്രാർത്ഥനയാണ്. പ്രാർത്ഥന മാത്രമാണ് പോംവഴി എന്ന് പറയുന്നതാവാം കുറച്ചുകൂടി ശരി. ലോകത്തിൽ നിങ്ങൾക്ക് ഞെരുക്കങ്ങളുണ്ടാകും, എങ്കിലും ധൈര്യമായിരിക്കുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. നിസ്സഹായനാകുന്ന എല്ലാ അവസ്ഥകളിലും ഞാൻ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. പരാജയങ്ങളിൽ നിന്ന് എന്നെ കൈപിടിച്ച് കയറ്റിയ ഒരു ജീവിത രീതിയാണ് അത്. നിസ്സഹായതയും പരാജയവും ദുഃഖവും ഒക്കെ ഉണ്ടാവുമ്പോൾ മൗനമായി അല്പസമയത്തേക്ക് നമ്മുടെ കണ്ണുകളടയ്ക്കുക. അപ്പോൾ ഏതാണ്ട് നമ്മുടെ ഹൃദയഭാഗത്തായി ഒരു വേദന പോലെ എന്തോ ഒരു അസ്വസ്ഥത, ശൂന്യത നമുക്ക് വ്യക്തമായി അനുഭവിക്കാൻ സാധിക്കും. എന്നിട്ട് ക്ഷമയോടെ ഏറ്റുപറയുക, എൻ്റെ ഈശോയെ, അങ്ങ് എന്നെ അനാഥനായി വിടുകയില്ലെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. എൻ്റെ ഹൃദയത്തെ ആശ്വസിപ്പിക്കാൻ വരണമേ. ഈ വേദനയെയും അസ്വസ്ഥതകളെയും എൻ്റെയും ലോകം മുഴുവൻ്റെയും പാപത്തിന് പരിഹാരമായി അവിടുത്തെ വേദനകളോടൊപ്പം ഞാൻ സമർപ്പിക്കുന്നു. ആ നിമിഷം നമുക്കൊന്നും അനുഭവപ്പെടുക ഇല്ലായിരിക്കും, പക്ഷേ കുറച്ചു സമയം കഴിഞ്ഞ് നോക്കുക, ദൈവം പ്രവർത്തിച്ചത് നാം കാണും. അവിടുന്ന് ഹൃദയവേദനകൾ തുടച്ചു നീക്കിയതായി നമുക്ക് അനുഭവപ്പെടും. എല്ലാ ജീവിത സാഹചര്യങ്ങളിലും ഇത്തരമൊരു പരിശീലനം നമുക്ക് ലഭിക്കുന്നുവെങ്കിൽ നാളുകൾ കഴിയുമ്പോൾ നാം കരുത്തുള്ളവരായും സന്തോഷമുള്ളവരായും തീരുന്നത് കാണാം. രോഗം വരുമ്പോൾ ചികിത്സിക്കേണ്ടത് എങ്ങനെയെന്ന് നമുക്കറിയാം. അതുപോലെ ദുഃഖവും വേദനയും പരാജയവും വരുമ്പോൾ അവയെ അതിജീവിക്കേണ്ടത് എങ്ങനെയെന്നും നാം അറിയണം. ഹൃദയത്തിലേക്ക് തിരിഞ്ഞു നോക്കുവാനും അവിടെ നടക്കുന്ന ഭാവവ്യത്യാസങ്ങളെ മനസ്സിലാക്കുവാനും സാധിക്കുക വളരെ പ്രധാനപ്പെട്ടതാണ്. മനസാന്നിധ്യം കൈവിടാതെ ഇത്തരം സാഹചര്യങ്ങളെ അഭിമുഖീകരിക്കുവാനായാൽ നാം തീർച്ചയായും ആത്മീയമായി വളരുകയും ചെയ്യും. നാളുകൾ കഴിയുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ മുറിവുകൾ അവശേഷിക്കാത്തൊരു കാലം നമുക്കുണ്ടാവും. ദൈവത്തിൻ്റെ സഹായം തേടുന്നതിന് മനുഷ്യൻ ചിലപ്പോഴൊക്കെ നിസ്സഹായനാകേണ്ടത് ആവശ്യമാണ്. ഒത്തിരി നിസ്സഹായതയോടൊപ്പം നമ്മുടെ വിശ്വാസവും ചേരുമ്പോൾ ദൈവത്തിന് എല്ലാം വിട്ടുകൊടുക്കുവാനുള്ള ഒരു മനസ്സ് നമ്മിൽ രൂപപ്പെടും. കർത്താവിലും അവിടുത്തെ ശക്തിയിലും പ്രഭാവത്തിലും കരുത്തുള്ളവരാകാനുള്ള പരിശീലനമാണ് ഇത്. നമുക്ക് തന്നെ യാതൊന്നും നിയന്ത്രിക്കാനാവില്ല എന്ന സത്യം നാം തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. നമ്മുടെ ഭാഗത്തു നിന്ന് നാം ഒരുക്കുന്ന ദൈവത്തിന് പ്രവർത്തിക്കാനുള്ള ഏറ്റവും കുറഞ്ഞ സാധ്യതയാണ് അത്. ദൈവത്തിൻ്റെ സഹായം തേടുന്നതിന് മനുഷ്യൻ ചിലപ്പോഴൊക്കെ നിസ്സഹായനാകേണ്ടത് ആവശ്യമാണ് എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു.